Hello everyone, welcome back to Grammar Galaxy. Hope you all are doing well. I'm also feeling good. Yesterday we learned about nouns plural and singular form, and I think you all now know how to change a singular noun to plural noun. Today we are going to learn about gender of nouns. So, what is gender of noun? Gender of nouns means the classification of nouns as masculine, feminine, common, or neuter based on whether they refer to a male, female, both or neither. അതായത് ജെൻഡർ ഓഫ് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൗൺസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. മെസ്കുലിൻ എന്നും ഫെമിനൈൻ എന്നും കോമൺ എന്നും ന്യൂട്രലായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. എന്തിൻ്റെ ബേസിലായിരിക്കും ആ നൗൺസ് ഒരു മെയിലിനെയാണോ റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫീമെയിലിനെയാണോ, അല്ലെങ്കിൽ ബോത്ത്, അതായത് മെയിലും ഫീമെയിലും ആയിരിക്കാം, അല്ലെങ്കിൽ മെയിലും ഫീമെയിലും അല്ല, ഒരു ജെൻഡറിലും ഉൾപ്പെടാത്തതാണോ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ഓഫ് നൗൺസ് എന്ന് പറയുന്നത്. നൗണിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ 2 എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് മെസ്കുലിൻ ജെൻഡറാണ്. അതായത് മെസ്കുലിൻ ജെൻഡർ ഡിനോട്ട്സ് ദ മെയിൽ സെക്സ്. മെസ്കുലിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് മെയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു നൗൺ മെയിലിനെ അല്ലെങ്കിൽ മെയിൽ സെക്സിനെയാണോ ഡിനോട്ട് ചെയ്യുന്നത്, അതിനെയാണ് മെസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ മാൻ, ബോയ്, കിങ്, ഫാദർ. ഇതെല്ലാം മെയിൽ സെക്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ഫെമിനൈൻ ജെൻഡർ. ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ദാറ്റ് ഡിനോട്ട്സ് ദി ഫീമെയിൽ സെക്സ്. ഫീമെയിൽ സെക്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഫെമിനൈൻ ജെൻഡർ അല്ലെങ്കിൽ ഫെമിനൈൻ നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വിമൻ, ഗേൾ, ക്വീൻ, മദർ. അടുത്തത് കോമൺ ജെൻഡർ. കോമൺ ജെൻഡർ ഡിനോട്ട്സ് മെയിൽ ഓർ ഫീമെയിൽ സെക്സ്. കോമൺ എന്ന് പറയുമ്പം ഒന്നുകിൽ മെയിലിനെ ആയിരിക്കാം അല്ലെങ്കിൽ ഫീമെയിലിനെ ആയിരിക്കാം, രണ്ടും ഉൾപ്പെടും. ഫോർ എക്സാമ്പിൾ ടീച്ചർ. ടീച്ചർ തന്നെ മെയിൽ ടീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ട്. സോ ഇറ്റ്സ് എ കോമൺ ജെൻഡർ. സ്റ്റുഡൻറ്റ്, ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്. കസിൻസ്, ബോയ്സും ഉണ്ട്, ഗേൾസും ഉണ്ട്. സോ അതാണ് കോമൺ ജെൻഡർ. രണ്ടും വരാം, മെയിലും ഫീമെയിലും ആയിരിക്കാം. അടുത്തത് ന്യൂട്ടർ ജെൻഡർ. ന്യൂട്ടർ ജെൻഡർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിനോട്ട്സ് തിങ്സ് വിത്തൗട്ട് ലൈഫ്. ജീവനില്ലാത്ത വസ്തുക്കളെയാണ് ന്യൂട്ടർ ജെൻഡർ എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ജെൻഡർ ഉണ്ടായിരിക്കേയില്ല, അതിന് ലൈഫും ഉണ്ടായിരിക്കത്തില്ല. എക്സാമ്പിൾ ടേബിൾ. ടേബിളിന് ലൈഫ് ഉണ്ടോ? ഇല്ല, അതൊരു വസ്തു മാത്രമാണ്. ദെൻ ബുക്ക്, ഹൗസ്, പെൻ. ഹൗ മസ്കുലിൻ നൗൺസ് ചേഞ്ച് ടു ഫെമിനൈൻ നൗൺസ് യൂഷ്വലി ഇൻ 3 ways. അടുത്തതായി പറയുന്നതാണ് എങ്ങനെയാണ് ഒരു മസ്കുലിൻ നൗണിനെ നമുക്ക് ഫെമിനൈൻ നൗണിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു സിംഗുലർ നൗണിനെ എങ്ങനെ പ്ലൂറൽ നൗൺ ആക്കാം എന്നുള്ളതിന് 8 റൂൾസ് നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് മസ്കുലിൻ നൗണിനെ ഒരു ഫെമിനൈൻ നൗണിലേക്ക് ആക്കാനുള്ള റൂൾസാണ്. അതിൽ ആദ്യത്തെ റൂളാണ് ബൈ ആഡിങ് ESS. അതായത് ഒരു മസ്കുലിൻ നൗണിനെ നമുക്ക് ഫെമിനൈൻ നൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആ വേർഡിൻ്റെ ലാസ്റ്റ് ESS എന്ന് ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ആക്ടർ. ആക്ടർ എന്ന് പറയുന്നത് ഒരു മസ്കുലിൻ ജെൻഡറാണ് അല്ലെങ്കിൽ മസ്കുലിൻ നൗണാണ്. അതിന് ഫെമിനൈൻ ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ESS ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്ട്രസ് എന്ന് കിട്ടും. ആക്ട്രസ് എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ നൗണാണ്. ദെൻ ലയൺ. ലയണിനെ ലയന്നസ് ആക്കുന്നു. ദെൻ പ്രിൻസ്. മസ്കുലിൻ ആണ്, ഫെമിനൈനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രിൻസസ് ആവുന്നു. ഹോസ്റ്റ്, ഹോസ്റ്റസ്. സെക്കൻഡ് റൂളാണ് ബൈ ചേഞ്ചിങ് ദ വേർഡ് കംപ്ലീറ്റ്ലി. അതായത് ആ ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് മസ്കുലിൻ നൗണിനെ ഫെമിനൈൻ നൗൺ ആക്കാൻ പറ്റും. എക്സാമ്പിളാണ് കിങ്. കിങ് എന്ന് പറയുന്നത് ഒരു മസ്കുലിൻ നൗണാണ്. അപ്പോൾ അതിൻ്റെ ഫെമിനൈൻ നൗൺ എന്തായിരിക്കും? കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓപ്പോസിറ്റ് വരുന്നത് ക്വീൻ ആണ്. സോ ക്വീൻ ഇസ് എ ഫെമിനൈൻ നൗൺ. ദെൻ മാൻ. മാൻ ഫെമിനൈൻ ആകുമ്പം വുമൻ ആവും. ബോയ്. ബോയ് ഗേൾ ആവും. ഹസ്ബൻഡ് വൈഫ് ആവും. മങ്ക് നണ്ണാവും. നമ്പർ 3
by adding a word indicating sex with or without a hyphen. ഒരു വേർഡ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് മസ്കുലിൻ നൗണിനെ ഫെമിനൈൻ നൗൺ ആക്കാം. ചിലപ്പോൾ അതിൽ ഹൈഫൺ വരും, ചിലപ്പോൾ ഹൈഫൺ കാണില്ല. എക്സാമ്പിൾ മെയിൽ സെർവൻറ്റ്, ഇപ്പോൾ ഫെമിനൈനിലേക്ക് ആക്കുമ്പോൾ ഫീമെയിൽ സെർവൻറ്റ്. ഓക്കെ, ഇപ്പോൾ യൂഷ്വലി നമ്മൾ സെർവൻറ്റ് എന്നാണ് പറയുന്നത്, പക്ഷേ നമുക്കവിടെ ജെൻഡർ കാണിക്കാൻ വേണ്ടി നമ്മൾ മെയിൽ സെർവൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഫെമിനൈൻ വരുന്നത് ഫീമെയിൽ സെർവൻറ്റ്. ദെൻ സെയിൽസ്മാൻ, സെയിൽസ് വുമൻ ആവുന്നു. സ്കൂൾ മാസ്റ്റർ, സ്കൂൾ മിസ്ട്രസ് ആവുന്നു. ആ സ്കൂൾ മാസ്റ്ററിൻ്റെ സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടാണ് മാസ്റ്റർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ ഹീ ഗോട്ട്, ഷീ ഗോട്ട് ആവുന്നു. Dear learners, hope you like this video. And today we learned the first parts of speech, that is noun, completely, and we came to an end about noun. Tomorrow we are going to learn the next parts of speech, that is pronoun. So if you like this video, please subscribe to Grammar Galaxy. Don't forget to subscribe. Thank you all.